ഇങ്ങനെയാണ്. ജിജി എനിക്കറിയാമെന്ന് പറയുവാണ്. ആരെയാണ് ജിജിക്ക് അറിയാവുന്നത്? ക്യാൻ ബ്ലോഗ് ഹെലോ എന്ന് പറയുവാണ് നിഖിൽ. നിഖിൽ ക്യാൻ പിന്നെ എന്താണ് വിശേഷമെന്ന് പറഞ്ഞില്ലല്ലോ. ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയോ? ജിജി എന്ന് വിളിക്കുന്നുണ്ട്. കെ എൻ നിഖിൽ വിളിക്കുന്നുണ്ട്. ഞാൻ ഓക്കെ, ഞാൻ നീ ആകുന്നു. ഓക്കെ ഓക്കെ, അതാണല്ലോ. നമ്മുടെ എന്തോന്നും ശിവശങ്കർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ദൈവീക കാര്യങ്ങൾ കുറേ അറിയാവുന്ന ആളാണ്. ഞാനത് ശിവക്ഷേത്രത്തിൽ നിന്നപ്പോൾ ലൈവ് ഇട്ടല്ലോ. അപ്പോൾ കുറേ സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ലൈവിൽ. ശിവശങ്കർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നല്ലതാണ്, നല്ല അറിവുള്ള ആളാണ് ശിവശങ്കർ. യൂട്യൂബറും ഒന്നുമല്ല. ശിവശങ്കറിൻ്റെ പിന്നെ സംസാരം കണ്ടും പിന്നെ ശിവശങ്കറിൻ്റെ മെസ്സേജ് വായിച്ചുമൊക്കെ ഞാൻ ഏകദേശം അരമണിക്കൂർ കൂടുതൽ അതിനു വേണ്ടി മാത്രം. ഓക്കെ രാജൻ ബ്രോ, ഞാൻ പോവുക. പിന്നെ വരാട്ടോ. ബൈ. ഗോയിങ് ടു സപ്പോർട്ട് അതർ ചാനൽസ്. ഓക്കെ സിജോ, താങ്ക് യു. താങ്കളുടെ സപ്പോർട്ടീവ് മനസ്സിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഉണ്ടാവണം. ഓക്കെ, ഞാൻ നിന്നിലെ ഈശ്വരനെ തൊഴുന്നു എന്നാണ്. ഓക്കെ ഓക്കെ. തത്വമസി വന്നതും തത്വമസിയെക്കുറിച്ചുള്ള ചർച്ച വന്നു ശിവശങ്കർ എത്തി. ശിവശങ്കർ ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. ശിവശങ്കർ ഒരു വിശ്വരൂപിയാണ്. ഞാൻ ചോദിക്കാണ്, ജിജി ഗൂഗിൾ സെർച്ച് ചെയ്യുന്നല്ലേ? അല്ലല്ല, ഗൂഗിൾ സെർച്ച് ഒന്നും ചെയ്യാതെ ജിജിക്ക് അറിയാം. ജിജിക്ക് ദൈവത്തിന്റെ കാര്യങ്ങളിലൊക്കെ കുറെ താല്പര്യമുള്ളതാണ്. എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നാണ് ജിജി പറയുന്നത്. അതിന്റെ അന്ന് ശരിയായിട്ടുള്ള മീനിങ് എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാമെന്നുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് നീ. അതായത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ ഭഗവാനെ തേടി ഒറ്റത്തെ നടക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പിന്നെ ശരിക്കുള്ള ആശയം അതിനകത്ത് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ശിവശങ്കർ പറയും അതിൻ്റെ ശരിക്കും കറക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, അഹം ബ്രഹ്മാസ്മി അറിഞ്ഞാൽ മതി. ഓക്കെ, കറക്റ്റാണ് ജിജി എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെ എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരൻ. നമ്മളെ ഉള്ളിലുള്ള ഈശ്വരനെ നോക്കിയാണ് ഇങ്ങനെ അന്വേഷണം നടക്കുന്നത് എന്നാണ് എൻ്റെ പറഞ്ഞേക്കാം. ശരിക്കുമുള്ള ആ മീനിങ് എന്ന് വെച്ചാൽ അതിനൊരു തത്വമസിക്ക് ഒരു സിംഗിൾ വേർഡ് അല്ലെങ്കിൽ ഒരു സിംഗിൾ സെന്റൻസിലുള്ളൊരു മീനിങ്. അത് നമുക്ക് നമ്മുടെ ശിവശങ്കർ തന്നെ പറയും. എപ്പോഴാണ് നമ്മൾ ശിവനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ച് പറയുന്നത്, അപ്പോഴാണ് ശിവശങ്കർ പ്രത്യക്ഷപ്പെടും പോലെ വരാറുള്ളത്. ഞാൻ ചെങ്കൽ പറഞ്ഞില്ലേ, ചെങ്കൽ ശിവക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അപ്പോഴാണ് ശിവശങ്കർ ആദ്യമായിട്ട് എൻ്റെ ലൈവിൽ വന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് എന്തോന്ന് ഒരു തത്വമസി വന്ന് നമ്മൾ തത്വമസിയുമായി സംസാരിക്കുമ്പോൾ വീണ്ടും ശിവശങ്കർ എത്തിയിരിക്കുന്നു.